ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കേസ് മച്ചാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. ഓക്കെ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് കിടിലായിട്ടുള്ള കുറേ അധികം ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അത് ഏതൊക്കെയാണ് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഇപ്പോൾ കൂടുതലും പറഞ്ഞ് എല്ലാം അടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയും കൂടെ കാര്യങ്ങളും വേണം. അപ്പം മച്ചാമാരെ ഈ ഒരു വീഡിയോയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞെടുപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ അപ്പോൾ മച്ചാമാരെ, ഫസ്റ്റിലത്തെ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് കിട്ടില്ല ബണ്ടിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബണ്ടിലാണ് ഗൈസ് ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം ഗൈസ് ഇതിനകത്ത് എന്തൊക്കെ റിവാർഡാണ് ഗൈസ് കിട്ടാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ ഗൈസ് ഒരു OP ആയിട്ടുള്ളൊരു ബണ്ടിൽ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ പിന്നെ ഗൈസ് നമുക്ക് ഈ ഒരു ബാഗ് കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ ഇപ്പുറത്തൊരു കിട്ടിലായിട്ടൊരു ലൂട്ട് ബോട്ട്സ് കാര്യങ്ങൾ തന്നെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ പിന്നെ ഗൈസ് കൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തൊരു ലൂട്ട് ബോട്ട്സ് ആണ് കൊടുത്തുള്ളൂ. ഇവിടെ വീണ്ടും അടുത്ത ലൂട്ട് ബോട്ട്സ് ആണ്. സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്. കിട്ടിലായിട്ടുള്ള ബണ്ടിലാണെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഗൈസ് ഉടനെ തന്നെ ഈ ഒരു ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് കിട്ടുന്ന ഒരു ടോക്കൺ വെയിൽ ഈവൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് അതിനകത്ത് വരാൻ വേണ്ടി പോകുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഈ ഒരു ബണ്ടിലാണ് ഗൈസ് ഇതിനകത്ത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു ബണ്ടിൽ നമ്മുടെ ഗെയിമിലേക്ക് വന്നു പോയതാണ് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഗെയിമിലേക്ക് റിട്ടേൺ ആയിട്ടാണ് ഗൈസ് ഇത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് അതിൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിൽ നോക്കുമ്പോൾ തന്നെ ഗൈസ് വേറെ ലെവൽ രീതിയിലുള്ളൊരു ബണ്ടിൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെ അത് നൈസായിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഗൈസ് അതിൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ തൊട്ട് താഴെ ഒരു ഗ്രനേഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അപ്പോൾ ഗ്രനേഡ് ഉണ്ട്, കുറേ അധികം ടോക്കൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുമ്പോൾ തന്നെ റയർ അടിക്കുന്ന കുറേ അധികം ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നല്ല രീതിക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും പൊട്ടിക്കേണ്ടി വരും ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു M80 സ്കിന്ന് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഗൈസ് ഈ ഒരു ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും ഗൈസ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ടോക്കൺ വീൽ ഈവൻ്റ് ആണ് ഗൈസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് നമുക്ക് എന്ത് റിവാർഡാണെന്ന് നോക്കുമ്പോൾ ഗൈസിനകത്ത് കുറേ അധികം സംഭവം കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എൻ്റെ മോനെ ഗൈസ് വിഷയ സാധനങ്ങളൊക്കെയാണ് ഗൈസ് ഇവിടെ കിടപ്പുള്ളത്. നമുക്ക് ഓരോരോ എന്നിട്ട് തന്നെ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ AW ഒരു ഗിഡിലൊരു ഗണ്ണ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഗൈസ്. പിന്നെ ലാമിനേഷൻ കാര്യങ്ങളൊക്കെ വേറെ ലെവൽ രീതിയിലാണ് ഗൈസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ പിന്നെ ഗൈസ് ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു കട്ടാനയുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്ലൂ വാളുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ എന്താ ഗൈസ് നമ്മുടെ സ്കൈരിങ്ങിൻ്റെ സ്കിന്നാന്ന് തോന്നുന്നു. ഓക്കെ അല്ല ബാറ്റിൻ്റെ സ്കിന്നോ എന്തോ ഒരു സംഭവത്തിൻ്റെ സ്കിന്ന് കാര്യം കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഈ ഒരു സംഭവത്തിലൊക്കെ ഇറങ്ങി വരാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെയുള്ള കിടിലനായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തുള്ള ഗൈസ് നമുക്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗൈസ് ഈ ഒരു കാണുന്ന റിവാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ അപ്പോൾ മച്ചന്മാർ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഡയമണ്ടിൻ്റെ കിഡിൽ ഒരു ഈവൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ മച്ചന്മാരെ എല്ലാ മച്ചന്മാർക്കും അറിയുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. അതേ ഗൈസ് നമ്മുടെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പൈസ കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. മിനിമം നമുക്കൊരു 520 ഡയമണ്ട് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ നല്ല രീതിക്കുള്ളൊരു ഡിസ്കൗണ്ട് ഈവൻറ്റ് പോലെ സംഭവമാണ് ഗൈസ് ഇത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മച്ചന്മാരെ ഡയമണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈവൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു കിടിലായിട്ടൊരു ഗണ്ണ് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ മച്ചന്മാർക്കും ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടി പോവാണ്. അതേ ഗൈസ് നമുക്ക് നോക്കാം ഗൈസ് ഏതൊക്കെ ഗണ്ണ് കാര്യങ്ങളൊക്കെയാണ് മച്ചന്മാരെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടി പോകുന്നുള്ളത്. അതേ ഗൈസ് ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗണ്ണ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ പോക്രം B40 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അപ്പോൾ ഇത് മാത്രമല്ല ഇതിനകത്ത് വേറെയും ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ UMPയുടെ കിടയിലായിട്ടൊരു ഗണ്ണുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് M10 ഗണ്ണ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ താഴെ നോക്കുമ്പോൾ തന്നെ എന്താണ് ഗ്രോസയുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ പിന്നെ നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ MP5 ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഇത്ര ഡേയ്സിന് മാത്രമേ നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ അല്ലാതെ മൊത്തം പെർമനൻ്റ് ആയിട്ടല്ല ഗൈസ് ഇത് കിട്ടുന്നു. ഓക്കെ എന്തായാലും ഒരു കിടയിൽ ഒരു ഈവൻറ്റ് വഴി ആയിരിക്കും ഗൈസ് ഇത് നമുക്ക് എല്ലാ മച്ചന്മാർക്കും ഇത്ര ഡേയ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്നതൊക്കെ ആയിരിക്കും. ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് OB47 എന്ന് വെച്ച് കിഡിലായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഗൈസ് നമ്മുടെ ഗെയിമിൽ നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഓരോരോ നോക്കാം ഗൈസ് എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. OB47 അനുബന്ധിച്ച് നമ്മുടെ ഗെയിമിൽ വരാൻ വേണ്ടി പോകുന്ന ഒരു വണ്ടിയാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് അൺലിമിറ്റഡ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ കാണിച്ചു തരാം ഗൈസ് ഞാനിവിടെ കുറേ അധികം വണ്ടി കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വീണ്ടും അത് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇത് മൊത്തം ഞാൻ അച്ചറം പൊച്ചറം മേടിച്ചിട്ട വണ്ടി കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ മച്ചന്മാർ ഇത് മാത്രമല്ല ഗൈസ് നമ്മുടെ ഗെയിമിൽ കിടിലായിട്ടൊരു മാപ്പ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പോൾ അടുത്ത മാസം ഡിസംബറൊക്കെയാണ്. അതിനോടൊന്ന് വെച്ചാണെങ്കിൽ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് കാണാൻ പറ്റും
നമുക്ക് സീനിയർ സൈഡിലായിട്ട് നമുക്ക് എന്ത് പുതിയൊരു മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും കേസ്. നമുക്ക് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിടിലായിട്ടുള്ളൊരു ഗെയിം പ്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേസ്. ഇതിനകത്ത് വേറെ ലെവൽ രീതിയിലുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഫുള്ള് മഞ്ഞിൻ്റെ തീമിലായിരിക്കും കേസ്. എന്തായാലും ഡിസംബർ വരാൻ വേണ്ടി പോലെ കേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് മഞ്ഞിൻ്റെ തീമിലായിരിക്കും കേസ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേസ് ഇവിടെ കാണാൻ പറ്റും ഞാനൊരു മഞ്ഞിൻ്റെ ഒരു ഉരുള പോലെയൊക്കെ ആയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇതെങ്ങനെ ആകുന്ന വെച്ച് കാണിച്ചു തരാം. നമുക്ക് ടോപ്പിലായിട്ട് കേസ് കാണാൻ പറ്റും ഇത്ര സമയത്ത് മാത്രമേ നമുക്കത് ഉരുണ്ട് കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേസ്. ഈ ഒരു സംഭവം എങ്ങനെയാണ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതേ കേസ് നമുക്കിത് 1 2 3 എന്ന് പറഞ്ഞ ലെവലൊക്കെ ഉണ്ട്. ആ ലെവൽ കാരണം അപ്പോൾ കേസ് ഇവിടെ മേളിൽ കാണാൻ പറ്റും കേസ്. ഇവിടെ ഒരു പാൻറ്റിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. അതാകുമ്പോഴത്തേന് നമ്മൾ എനിമീസിനെയൊക്കെ ഫയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ചെറുതായിട്ടൊരു മഞ്ഞ് കാര്യങ്ങളൊക്കെ നിക്കറ് പോലെയൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഡ്രസ്സും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേസ്. അപ്പോൾ ആ ഡ്രസ്സാണെങ്കിൽ നമ്മൾ എനിമീസിനെ വീണ്ടും അടിക്കുമ്പോഴത്തേന് നമുക്ക് ഡ്രസ്സും കൂടെ ആകുന്നുണ്ട് കണ്ട കേസ്. അപ്പോൾ അതുമായിട്ടുണ്ട്. അപ്പോൾ കേസ് ഏറ്റവും അവസാനമാണ് കേസ് ആ ഒരു നമ്മളൊരു ഉരുള പോലെ ബോൾ പോലെ ആകുന്ന കേസ്. ആ ഒരു മഞ്ഞിൻ്റെ തീമിലാകുന്നത്. അപ്പോൾ കേസ് ഇവനെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കാണിച്ചു തരാം കേസ്. ഊട്ടാൻ പോകുന്ന കേസ്. ഓക്കെ, അപ്പോൾ അവനെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുന്ന കേസ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ ഫുള്ളായിട്ടുണ്ട് കേസ്. ഇപ്പോൾ നമ്മൾ ഇനി മഞ്ഞിൻ്റെ ഇതാകാൻ വേണ്ടി പോകണം. നമ്മൾ വൂക്കോമൊക്കെ ഇടുന്ന പോലെ തന്നെ നമുക്ക് നേരെ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ നേരെ ഒരു ബോൾ പോലെയൊക്കെ ആയി പോകുന്നതായിരിക്കും കണ്ടോ കേസ്. അപ്പോൾ നമുക്ക് ഉരുണ്ട് പോകുന്നതോറും നമ്മുടെ ഈ ഒരു ബോൾ വലുതായി വന്നുകൊണ്ടിരിക്കും കേസ്. അപ്പോൾ ഇതാണെങ്കിൽ ഉടനെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് കിഡിലായിട്ടുള്ളൊരു സംഭവമാണ് കേസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ കേസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കേസ് നമ്മുടെ ഗെയിമിൽ കിഡിലൊരു ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേസ്. അതേ കേസ് നമ്മുടെ പുഷ്പ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകണം കേസ്. അപ്പോൾ അതിനകത്ത് നോക്കാൻ കേസ് അതിനകത്ത് എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നുള്ളത് കേസ്. പുഷ്പ എന്ന് പറഞ്ഞ കേസ് കുറേ അധികം റിവാർഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. നമുക്ക് നോക്കാം കേസ്. നമ്മുടെ OB47 തന്നെ വിചാരിക്കും കേസ് ഇത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേസ് നമ്മുടെ പുഷ്പ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേസ്. അപ്പോൾ നമുക്ക് ആ ഒരു ബണ്ടിൽ കാര്യങ്ങളും അതിനകത്ത് എന്തൊക്കെ റിവാർഡ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ പുഷ്പ ക്യാരക്ടറിൻ്റെ ഒരു കിട്ടുന്നൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് കേസ്. ഈ ഒരു ബണ്ടിൽസും കുറേ റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കേസ് നമ്മൾ ഇൻട്രോ ആയിരിക്കും കേസ് വരാൻ വേണ്ടി പോകുന്നത് പുഷ്പയുടെ. എൻ്റെ മോനെ ഫുൾ വൈബ് സാധനമാണ്. ഓക്കെ, അപ്പോൾ കേസ് നമുക്ക് ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും കേസ്. ആ ഒരു മൂവിയിൽ നമുക്ക് ചന്ദനത്തടിയൊക്കെ കൊണ്ടുവന്നൊരു സീനുണ്ട് കേസ്. അപ്പോൾ അതിൻ്റെ ഒരു തീമിലായിട്ടാണ് കേസ് ഈ ഒരു മോൺസ്റ്റർ ട്രക്കിൽ ഫുള്ള് ചന്ദനത്തടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഒരു ഇത് കൊടുത്തിട്ടുള്ള കേസ്. എന്തായാലും കിഡിലായിട്ടുള്ളൊരു മോൺസ്റ്റർ ട്രക്കായിരിക്കും കിട്ടുന്ന കേസ്. പിന്നീട് പുഷ്പയുടെ ബണ്ടിലാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ സമയത്ത് ഈ ഒരു കോടാലി പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ബാറ്റിൻ്റെ സ്കിന്നായിട്ടൊക്കെ നമ്മുടെ ഗെയിമിലേക്കൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, കേസ് അതിലും പുഷ്പ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ കേസ്, എന്തായാലും ഇത് കിടിലൻ സംഭവം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേസ് ഇത് മാത്രമല്ല നമുക്കിതിനകത്തുള്ള ഒരു ബണ്ടിലാണെങ്കിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേസ് അതിൻ്റെ ഹെയറും പാൻറ്റും ഷൂവും കാര്യങ്ങളൊക്കെയാണ് കേസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേസ് നമുക്കിതെല്ലാം ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം ഇവിടെ ഇടുമ്പോൾ തന്നെ എങ്ങനെ ഇരിക്കും ചോദിച്ചാൽ കേസ് നമ്മുടെ പുഷ്പ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേസ് നമ്മുടെ പുഷ്പയൊക്കെ. ഓക്കെ, എന്തായാലും കേസ് വേറെ ലെവൽ രീതിയിലാണ് കേസ് കൊടുത്തിട്ടുള്ള ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കേസ് പുഷ്പയുടെ കിടിലിന് ഒരു ബ്ലൂ വാൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ കേസ് എന്തായാലും നല്ല രീതിക്ക് ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും കേസ്. പിന്നെ കിടിലിന് ഒരു എമൗണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവിടെ പുഷ്പ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു കിടിലിന് ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ അത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് മാത്രമല്ല കേസ് നമുക്കൊരു ഓഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഗീസ് ഈ ഒരു ഓടിയാണ് ഗീസ് നമ്മുടെ പുഷ്പ ബണ്ടിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും കേൾക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ ഗീസ്, എന്തായാലും കൺഫേം ആയിട്ട് നമ്മുടെ ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ മച്ചാൻ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ ഗീസ്, എന്തായാലും മച്ചാൻ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ മച്ചാൻ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. അടുത്തുള്ള ബെല്ലൊക്കെ ഓളം എന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഈവൻസ് ആൻഡ് അപ്ഡേറ്റിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മച്ചാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മച്ചാൻ അടുത്തൊരു കിടിലം വീഡിയോ ആയി തന്നെ. ബൈ, സീ യു ഗൈസ്.